ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ ദിവസം ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നിതാ ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടോ. പക്ഷേ വീഡിയോ എടുത്ത് വന്നപ്പോൾ കുറച്ച് സമയമായി. അല്ല, കുഞ്ഞാപ്പുക്കുട്ടി ഇവിടെ കളിക്കുന്നതാണ്. പിന്നെ ഇതാ രാവിലെ ചായൻ്റെ വെള്ളമൊക്കെ വെച്ച് തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചോറിന് വെള്ളം കൂടെ അടുപ്പത്തേക്ക് കയ്യോടെ അങ്ങ് വെക്കുന്നുണ്ട്. ഇനി ചായ കുടിക്കുന്ന കുറച്ച് നേരം വൈകി പോയിട്ടാ. കാരണം എന്തൊക്കെയൊക്കെയോ ആയി. രാവിലത്തെ എന്നത്തെയും പോലെയുള്ള ചായ കൂടി ഇരിക്കുന്ന അങ്ങ് നീണ്ടുപോയി. കുറച്ച് വയറ്റിനുള്ളത് ഭയങ്കര പ്രശ്നങ്ങൾ. അന്നേരം ഞാൻ വെച്ചത് ദൈവമേ ഞാൻ ഇന്ന് ചായ കുടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ചില ദിവസങ്ങളൊരു മറവി വരും കേട്ടോ. അന്നേരം ശ്യാമേട്ടനുണ്ട് പുറകിൽ വന്നിട്ടേക്ക് ഇതെന്താ വീണെ ഫോണ് വീഡിയോ എടുത്തെടുത്ത് ഇങ്ങെത്തിയ ഫോണ് ഇപ്പം അപ്പുറത്തെ പറമ്പിലെത്തും. അത് കാരണം ഞാൻ ആ സൈഡിൽ ഫോൺ ചാരി വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം അപ്പുറം നമ്മൾ വിറകെല്ലാം കീറുന്ന സ്ഥലമല്ലേ, ആടെയാണ് ഫോൺ വെച്ചിട്ടുള്ളത്. അന്നേരം ശ്യാമേട്ടൻ അതും പറഞ്ഞ് അങ്ങോട്ട് പോകാണ്. ഇവിടെ പിന്നെ നമ്മൾ എന്നും വോയിസ് ഇടാൻ വരുമ്പോൾ ഇവിടെയുള്ള കച്ചറ എൻ്റെ കൂടെ വരുന്ന പോലെ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇന്നും ഇതാ വന്നിനി ഒരു റബ്ബറിൻ്റെ കവറും കയ്യിലെടുത്തും കൊണ്ട് വന്നിനി, ഇതായിലേക്ക് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ശ്യാമാട്ടൻ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഓരോ ഡയലോഗും പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടാ കുറച്ചെന്നെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണേ. പിന്നെ കുഞ്ഞാപ്പുക്കുട്ടി അവിടെ ഇരുന്നിട്ട് ഓരോ കഥകൾ കുഞ്ഞാപ്പുക്കുട്ടിയും പറയുന്നുണ്ട്. പാത്രങ്ങൾ രാവിലെ ഇന്ന് നേരത്തെ കഴുകുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ രാത്രിയിൽ പാത്രം കഴുകി വെക്കൽ കുറവാണ് കേട്ടോ. കാരണം ഈ കടുവേൻ്റെ പ്രശ്നം പന്നിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി അങ്ങനെ പുറത്തിറങ്ങൽ കുറവാണ് കേട്ടോ. ഇരുടായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചീത്ത കേൾക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ രാത്രി ഇപ്പോൾ പാത്രം കഴുകി വെക്കലില്ല. കഷ്ടകാലം എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതുങ്ങളൊക്കെ ഇന്ന് കണ്ട സ്ഥലത്തല്ലല്ലോ നാളെ കാണുന്നത്. അന്നേരം നമുക്ക് എങ്ങനെയാണെങ്കിലും പാത്രം കഴുകണമെങ്കിൽ പുറത്തിറങ്ങണം. ഇവരാരും അങ്ങനെ പുറത്തിറങ്ങി വരത്തുമില്ല. ഇവരൊക്കെ എന്തെങ്കിലും പരിപാടിയായിരിക്കും. അത് പിന്നെ ഞാൻ തന്നെ വരണം. അന്നേരം എനിക്ക് പേടിയാവും. അന്നേരം പിന്നെ ഞാൻ രാത്രി കഴുകി വെക്കൽ കുറവാണ്. വൈകുന്നേരം ഉള്ളത് കഴുകി വെക്കും ഇരുടാകുന്നതിന് മുന്നേ. അതിന് ശേഷം വരുന്ന പാത്രങ്ങളാണ് കേട്ടോ ഈ രാവിലേക്ക് വരുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ എല്ലാം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്ത് തന്നെ ചെയ്യുന്ന കൊണ്ട് മൊത്തം കരിയാണ്. എൻ്റെ പൊന്നെ ഒന്നിലും തൊടാൻ പറ്റില്ല. എല്ലാം സഹിക്കും. ചട്ടീൻ്റെ മുകളിലും ചീൻചട്ടീൻ്റെ മുകളിലുള്ള കരി കയ്യിലങ്ങ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ അത് പോവാൻ കുറച്ച് പാടുന്നല്ല. എനിക്ക് ഈ ചുടുവാത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടേ കയ്യിലൊക്കെ ഭയങ്കര വരവരയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ എണ്ണമെഴുക്ക് പിടിച്ച കരി അങ്ങ് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര സോപ്പും ചെയ്തിട്ട് തേച്ച് കഴുകിയാൽ ആ കരി അങ്ങ് പോകത്തില്ല കേട്ടോ. പിന്നെ പാത്രമൊക്കെ തേച്ച് കഴുകി കഴിയുമ്പോഴത്തേക്കും എൻ്റെ ചോറിനുള്ള വെള്ളം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം അരി അടുപ്പത്തിട്ടിട്ട് സ്റ്റാൻഡിൽ വീഡിയോ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് പോയി. നോക്കുമ്പോൾ ശ്യാമേട്ടൻ അവിടെ തീയും കാഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. അന്നേരം എനിക്കൊരു വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം അവിടെ കിട്ടണില്ല. അന്നേരം പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് തൽക്കാലം ഒന്ന് ഒപ്പിച്ച് അവിടെ എടുത്തു കേട്ടോ. പിന്നെ നേരെ അടിച്ചു വരാൻ പോയി. കുട്ടികൾ എണീച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞിട്ടില്ല, 7 മണി ആകുന്നേ ഉള്ളൂ കേട്ടോ. നേരത്തേക്കും കണ്ടോ ഇപ്പോൾ നേരം ഭയങ്കര പെട്ടെന്ന് വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെളിച്ചം, 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെളിച്ചം ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങ് വരും കേട്ടോ. കാരണം വെയിലിൻ്റെ ചൂട് അത്രയ്ക്ക് കൂടുതലല്ലേ. അന്നേരം വെളിച്ചവും പെട്ടെന്ന് വരും. വെയിൽ സൂര്യപ്രകാശം 8 മണിയാകുമ്പോഴത്തേക്കും മൊത്തത്തിൽ സൂര്യപ്രകാശം ആയി തുടങ്ങും. എന്നും ചക്കരയാണ് എനിക്ക് പുറത്തെ വീഡിയോസ് അധികം എടുത്തു തരില്ല. ഇന്നപ്പോൾ അവൾ എണീറ്റിട്ടില്ല. കാരണം വിളിച്ചെണീപ്പിച്ചിട്ട് വെറുതെ അവരെ വായിന്ന് ചീത്ത കേൾക്കണ്ട. രാവിലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടാന്ന് പറഞ്ഞ് വിളിച്ചെണീപ്പിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്നെ എന്തെങ്കിലുമൊക്കെ പറയും. അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ സ്വന്തം അങ്ങോട്ട് എടുക്കുക. സ്റ്റാൻഡാണെങ്കിൽ അതിൻ്റെ സ്ക്രൂ ഇങ്ങനെ പിരി പോയിട്ടാന്ന് തോന്നുന്നു. മേലോട്ട് വെക്കുമ്പോൾ താഴോട്ട് പോകും, താഴേക്ക് വെക്കുമ്പോൾ മേലോട്ട് ഇങ്ങനെ തൂർന്ന് താഴേക്ക് പോകുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റും കൂടെ വരുമ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് ആ സ്ക്രൂ ഇങ്ങനെ ലൂസായിട്ട് താഴേക്ക് വരും. ഞാനിപ്പോൾ കടലാസൊക്കെ വെച്ച് പിരിച്ച് എന്തൊക്കെയൊക്കെയോ ആക്കി വെച്ചിട്ട് അതിൻ്റെ പിരി വെട്ടിപ്പോയി തോന്നുന്നുണ്ട്. അങ്ങോട്ട് തിരിച്ചാലും പോവും ഇങ്ങോട്ട് തിരിച്ചാലും പോവും, മുറുകുന്നില്ല കേട്ടോ എന്ന അവസ്ഥയായിട്ടുണ്ട്. അരെ സ്റ്റാൻഡ് മാറ്റണം എന്ന് വിചാരിക്കുന്നില്ല, നടക്കുന്നില്ല കേട്ടോ. അന്നേരം ഇനി എപ്പോഴെങ്കിലും മാറ്റണം. പിന്നെ മുറ്റമൊക്കെ അടിച്ചു വരി താഴത്തേക്ക് സ്റ്റെപ്പ് അടിച്ചു വരാണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കയറി വന്നു. അത് പിന്നെ സമയം പോലെ അടിച്ചു വരണം. അവിടെ അമ്മയാണ് കേട്ടോ അധികം അടിച്ചു വരിക. അപ്പം അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അന്നേരം അതൊന്ന് അടിച്ചു വരണം. അന്നേരം അത് പതുക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. മുമ്പശം മാത്രം വേഗം അങ്ങോട്ട് അടിച്ചിട്ടു കേട്ടോ. പിന്നെ രാവിലെ കറി വെക്കാൻ തേങ്ങയില്ലായിരുന്നു. അന്നേരം പിള്ളേരെ കടയിൽ വിടാനുള്ള പരിപാടിയായിരുന്നു. എൻ്റെ പേഴ്സൊക്കെ എടുത്തുകൊണ്ട് വന്നാട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ട്. അതിലുള്ളതൊക്കെ നുള്ളിപ്പെറുക്കി 2 പേർക്കും കൊടുത്തു. അന്നേരം ഒരാൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ചില്ലറ പൈസയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചക്കര കടയിൽ പോകുന്നവളും അവളെ കൂട്ടൂലാന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. കാരണം അവളെയും കൂട്ടി പോയാൽ പതുക്കനെ വരാൻ പറ്റത്തുള്ളൂ, സ്പീഡിൽ വരാൻ പറ്റില്ല. ചക്കര പുഴ കടന്ന് പോകാനും അവൾ സമ്മതിക്കത്തില്ല. അതിലേ ചുറ്റി പോയി വരുമ്പോഴത്തേക്ക് നേരം പിടിക്കും കേട്ടോ. അന്നേരം ഇവർ പോയി വരുമ്പോഴത്തേക്ക് മീൻകാരൻ വന്നു. അന്നേരം ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. കണ്ടോ നല്ല വെയിൽ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. 7:45 ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മളെ മീൻകാരൻ കറക്റ്റ് 7:45 വരിക. അതായത് ഞാൻ ലേശം അയിലയും മത്തിയും കൂടിയാണ് കേട്ടോ മേടിച്ച്. കാരണം രാവിലെ ഇന്ന് വേറെ ഒന്നും കറി വെക്കണില്ല, മീൻ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം ഇന്ന് നാളെ ഇപ്പോൾ ശിവരാത്രിയും കാര്യങ്ങളൊക്കെയാണ്. അന്നേരം നമുക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെ അവസ്ഥ അങ്ങനെയായിരിക്കും, പോകാൻ പറ്റൂല. ഒന്നില്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ പൊന്നൂസിന് 2 പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വെച്ചു അങ്ങനെ 2 പേർക്കും പോകാൻ പറ്റത്തില്ല. പിന്നെ ഒരാളായിട്ട് പോലും നമുക്ക് നടക്കത്തില്ലല്ലോ. അന്നേരം പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. ഇപ്പോൾ അടുത്ത മാസം ഉത്സവം വരുന്നുണ്ട്. അന്നേരം 14 ദിവസത്തെ ഉത്സവം ഞാൻ ഇതിൽ മുന്നേ കണ്ടില്ലേ. നമുക്ക് എപ്പോഴും ഇതേപോലെ എന്തെങ്കിലും ആയിരിക്കും. എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, ദൈവം കൂടെ തീരുമാനിക്കണ്ടേ. അന്നേരം പിന്നെ അതാണ് അവസ്ഥ, പോകാൻ പറ്റുമോ ഇല്ല.
അന്നേരം പിന്നെ വേഗം ഞാൻ ഈ മീൻ മുറിച്ച്, അല്ലെങ്കിൽ മീനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോകാമെന്നാണെങ്കിൽ മീനൊന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം അയില വാങ്ങിച്ചതിൻ്റെ കാരണം വേറെ കറി വെച്ചിട്ടില്ലല്ലോ. അന്നേരം പിന്നെ വേഗം അയിലയാകുമ്പോൾ വേഗം നന്നാക്കി കറി വെക്കാം, അല്ലെങ്കിൽ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് കറി ആവത്തില്ല. അന്നേരം ഞാൻ വേഗം അയില 4 വാങ്ങിച്ചിട്ടുള്ളൂ. 4 അയില വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 3-4 മത്തിയും കൂടെ എടുക്കണം കേട്ടോ. മത്തി കണ്ടപ്പോൾ എടുക്കാതൊരു എടുക്കണം എന്നൊരു മനസ്സ് പറയാം. അന്നേരം പിന്നെ മത്തി അങ്ങോട്ട് എടുത്തു, ബാക്കി വറക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എപ്പോഴും മത്തിക്കറിയല്ലേ കൂട്ടണം. അയിലക്കറി വെച്ചാലും വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. മത്തി തന്നെ കറി വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോയി. അയില ഒരു രുചിയില്ലാത്ത അയിലയാണ് കേട്ടോ, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞാൻ തേങ്ങ അരച്ച കറി വെച്ചേ, കാരണം പുളിമുളക് ഇട്ടാലും നമുക്ക് വേറെ എന്തെങ്കിലും കറി വേണം. വേറെ കറിയൊന്നും വെക്കുന്നില്ല, മീൻ കറി തന്നെ മതി എന്ന് വിചാരിച്ചു. അന്നേരം മീൻ കറി തന്നെ വെക്കാൻ വേണ്ടി തേങ്ങ അരച്ച് വെച്ചാൽ നമുക്ക് എന്തായാലും 3 നേരം കുശാലായിട്ട് അങ്ങോട്ട് പോവാട്ടോ. 3 നേരമല്ല, രാവിലത്തേക്കും ബാലൻസ് ഉണ്ടാവും കേട്ടോ. അന്നേരം കുടിക്കാനുള്ള വെള്ളം ഞാൻ അവിടെ ചോറായപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിളച്ച് കിടക്കുന്നുണ്ട് അവിടെ. അതും വാങ്ങി വെച്ചു. ഇതാ നമ്മളെ മീൻ കറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീൻ കറിയൊക്കെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതും ഇതൊക്കെ പണികളൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മീൻ കറി ആവുന്ന നേരം കൊണ്ട് മീൻ കറിയൊക്കെ ആയി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. പൊന്നുകുട്ടിക്ക് പിന്നെ ചോറ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, ഉച്ചയ്ക്ക് വരും. പിന്നെ അവൾ പറഞ്ഞാൽ ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ്. അന്നേരം പിന്നെ വേറെ ഒന്നും ആക്കാനും പോയിട്ടില്ല. മീൻ കറി കൂട്ടി എന്തായാലും ആൾ ചോറ് കൊണ്ടുപോകത്തില്ല. അത് പിന്നെ വേറെ ഒന്നും ആക്കാനും പോയില്ല. അന്നേരം പിന്നെ ഏതായാലും അവൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മീൻ കറിക്ക് നമ്മൾ വറവ് എന്ന് പറഞ്ഞാൽ ഉലുവ പൊട്ടിക്കുക, ഞാൻ കടുക് ഇടാറില്ല, വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക, വെളുത്തുള്ളി 2-3 എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് മൂപ്പിച്ചിടുക. അന്നേരം കരിവേപ്പില ഉണ്ടായിരുന്നിട്ടില്ല. അന്നേരം നമ്മളെ ചെടിയിൽ പോയിട്ട് 2 പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലില്ല, കരിവേപ്പിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ശ്യാമാട്ടൻ അതിൻ്റെ ചോടൊക്കെ ഒന്ന് റെഡിയാക്കി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എലി വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മാന്തി മൊത്തം തുരങ്കം വെച്ചു ആകെ അത് കൊളാക്കുകയും ചെയ്തിട്ടാ. പിന്നെ കറിയൊക്കെ ഒന്ന് താളിച്ചിടുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ കറി ഇങ്ങനെ താളിക്കത്തില്ല കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കറി തന്നെ ഓൾറെഡി ഇട്ടിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ചില സമയത്ത് ചെയ്യും കേട്ടോ. ചില സമയം എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് വേണം, ഉലുവ പൊടിച്ചതൊന്നും ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയും ചെയ്യും. അല്ലെങ്കിൽ ഉലുവ പൊടിച്ചതുണ്ടെന്ന് വെച്ചാൽ ആ ഉലുവ കറിയിലേക്ക് അങ്ങോട്ട് ലേശം ഇടുക ചെയ്യുക കേട്ടോ. കറി വയ്ക്കുമ്പോൾ തന്നെ ഇടും. പിന്നെ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്. അന്നേരം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നുണ്ട്. എത്ര മാറ്റി വിരിച്ചിട്ടും കാര്യമില്ല. ഈ കുഞ്ഞാപ്പുക്കുട്ടി ഇങ്ങനെ രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് അധികം മാറ്റി വിരിക്കൽ കുറവാണ് കേട്ടോ, വൈകുന്നേരം എടുക്കുക. കാരണം ഈ പെണ്ണിങ്ങനെ നശിപ്പിക്കും കേട്ടോ, ചവിട്ടി കയറി കൊളാക്കും. അന്നേരം പിന്നെ എനിക്ക് ബെഡ്ഷീറ്റ് വൈകുന്നേരം മാറ്റുന്നത് നല്ലത്. പിന്നെ എനിക്ക് തോന്നിയപ്പോൾ ഒരു ശരി തോന്നുന്നില്ല. അന്നേരം പിന്നെ ഞാൻ ഏതായാലും അലക്കാൻ പോകുമ്പോൾ തന്നെ അങ്ങ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു എടുത്തിട്ട് പോവാണ് കേട്ടോ. അന്നേരം പിന്നെ നമ്മളെല്ലാം അന്നൊന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേ മൊത്തത്തിലൊരു തട്ടിക്കുടയലുള്ളൂ. എപ്പോഴും നടക്കത്തില്ല, നമുക്ക് രാവിലെ സമയം കിട്ടത്തില്ല. കാരണം ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈവിനുള്ള സമയമാവും. അന്നേരം പിന്നെ എടുക്കുന്ന പണികൾ അങ്ങ് എടുത്തു പോകും. അതാണ് എനിക്ക് ചില ദിവസങ്ങളിൽ പണി കൂടുതൽ വരുന്നത്. നമ്മൾ എന്നും എടുക്കുമ്പം അതാത് രീതിയിൽ അങ്ങ് എടുത്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്നും ചെയ്യുന്ന നിത്യ തൊഴിലുകൾ മാത്രം അങ്ങ് ചെയ്തു പോകുന്നു എന്ന് മാത്രം. പിന്നെ ചക്കര പോകുന്നതിന് മുന്നേ വേഗം അലക്കാൻ പോയിട്ടാണ്. കുഞ്ഞാപ്പൂവിന് അവിടെ ഭക്ഷണം കൊടുത്തിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ഫോൺ കൊടുക്കാതെ പരമാവധി അവൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ 2-3 മാസം കൂടെ കഴിഞ്ഞ് ആൾ LKG പോകാനാകുമ്പം എന്തായാലും ഫോണൊന്നും കൊടുത്തൊന്നും അവിടെ ഒന്നും ഫുഡ് കഴിക്കാൻ കിട്ടത്തില്ലല്ലോ. അതായത് പിന്നെ ഫോണിന്ന് പരമാവധി അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഫോൺ ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ പ്രശ്നം വരുന്നില്ലല്ലോ. അന്നേരം അവിടെ കുറച്ച് കരച്ചിലും പിഴിച്ചിലും കുറച്ചൊക്കെ കരച്ചിലും എൻ്റെ മോളിൽ നിന്ന് വിളി നിലവിളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ഞാൻ കൊടുക്കുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ അലക്കി തുണിയൊക്കെ ആറിയിട്ട് വരുമ്പോഴത്തേക്കും ഇനി കിട്ടത്തില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ മകൾ തന്നെ തിന്നൂട്ടാ. കാരണം ഇത് രാവിലെ കടി ഉണ്ടാക്കിയിട്ടില്ല. ചില ദിവസങ്ങളിൽ അവൾ ചോറ് ശ്യാമേട്ടൻ്റെ കൂടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും ചില ദിവസങ്ങൾ അങ്ങനെ ഞാൻ കഴിക്കും ചോറ്. ഇവിടെ ചക്കര അങ്ങനെയായിരുന്നു കേട്ടോ. ശ്യാമേട്ടൻ എന്നും രാവിലെ ചോറ് വേണം. ആ കൂടെ അവൾ കുഞ്ഞാവുമ്പേ ചോറ് എപ്പോഴും കഴിക്കുമായിരുന്നേ രാവിലെ. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം കടിയൊക്കെ കഴിച്ചു തുടങ്ങിയപ്പം ആ ശീലം അവിടെ നിന്നു കേട്ടോ. അവിടെ ശ്യാമേട്ടന് പിന്നെ രാവിലെ ചോറില്ലാത്ത കച്ചേരി ഇല്ല എന്ന് പറഞ്ഞ പോലെ ആൾക്ക് എന്ത് കടി ഉണ്ടാക്കിയാലും ശരി ചോറ് വേണം. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എന്നും രാവിലെ ചോറ് വയ്ക്കും കേട്ടോ. അതുകൊണ്ട് എത്ര രാവിലെ ആണെങ്കിലും നമ്മളെ വീട്ടിൽ ഫസ്റ്റ് വെക്കുന്ന സംഭവം ചായ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വെക്കുന്ന സംഭവം ചോറാണ് കേട്ടോ. അതിവിടെ ശീലമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. എവിടെയെങ്കിലും പോകാൻ വെച്ചാലും വേഗം നമ്മളെ പണികൾ രാവിലത്തെ വേഗം തീരും കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം മീനും മത്തി ഉണ്ടായിരുന്നില്ലേ, അത് ബാക്കിയും കൂടെ നന്നാക്കി അതൊക്കെ വറുത്തു. പിന്നെ ചെറിയ കഷ്ണം കേബേജ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അതും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നിട്ട് വാടിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അതും കൂടെ അവിടെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതും കൂടെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കള പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണേ. കുഞ്ഞാപ്പുക്കുട്ടീനെ ഉച്ചയ്ക്ക് കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം ഞാനിപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ടായി. ഞങ്ങൾ എന്താക്കി അവിടെ ഫോണിൽ ഓരോ വീഡിയോസും കണ്ട് അവിടെ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് കുഞ്ഞാപ്പു എണീറ്റ് 4 മണിയാകാനായപ്പോഴത്തേക്കും കുഞ്ഞാപ്പു എണീറ്റു. അന്നേരത്തേക്ക് ചക്കരയും വന്നു കേട്ടോ. പിന്നെ ഫോൺ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ ബഹളമായി. അതിൽ കരച്ചിലും ബഹളമൊക്കെ ആയി. പിന്നെ ഞാൻ എണീറ്റ് ചായയും കടിയൊക്കെ വെക്കാൻ പോയ സമയത്ത് കുറച്ച് നേരം ഫോൺ കൊടുത്തിട്ടാണ് കേട്ടോ പോയി. പിന്നെ അതിൻ്റെ
ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ആളുടെ അടുത്ത് ഫോൺ വാങ്ങിച്ചു. പിന്നെ നമുക്ക് വൈകുന്നേരം ബേക്കറി ഒന്നും ഇരിപ്പില്ല. അന്നേരം ഞങ്ങൾ നമ്മൾ ഗോതമ്പ് പൊടിയില്ലേ, ഗോതമ്പ് പൊടിയിൽ നല്ല തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളെ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ ലൂസിൽ. എന്നിട്ട് ഇങ്ങനെ കല്ലിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തി നല്ല കനം കുറച്ച് പരത്തിയെടുത്ത് റൊട്ടി പോലെ ചുട്ടെടുക്കുക. ഇതിനിവിടെ റൊട്ടി അടാന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പരത്തിയെടുക്കുക. അന്നേരം മീൻ കറിയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല കോമ്പിനേഷനാണ്. മീൻ കറി, ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കറി, ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ഗോതമ്പിൻ്റെ റൊട്ടി ചുട്ടിട്ട് കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മഴക്കാലത്താണെങ്കിൽ ഭയങ്കര സൂപ്പറാട്ടോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ റൊട്ടിയും ഓരോ ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ ഉണ്ടാക്കി പണ്ട് കാലത്താണ് ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കുക. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്കൊക്കെ സ്കൂളിൽ തരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. വൈകുന്നേരത്തൊക്കെ ചായക്ക് നല്ലതാണ്. ഒരെണ്ണം കഴിച്ചാൽ വയറ് പെട്ടെന്ന് അങ്ങോട്ട് നിറഞ്ഞു കിട്ടും കേട്ടോ. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അന്നേരം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നെ അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ കുഞ്ഞാപ്പുക്കുട്ടിയും കയറി പതുക്കെ മടിയിലിരുന്നു. അവിടെ നല്ല തീയും ചൂടും പുകയൊക്കെ ഉണ്ട്. എന്നാലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മടിയിൽ കയറി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ആ കട്ടൻ ചായയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായ ഇതെടുത്ത് പൊന്നൂസിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ട്. പൊന്നൂസ് കുളിക്കാൻ പോയിരുന്നു. അവളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ചക്കര ഇനിയിപ്പോൾ കുളിക്കാൻ പോകണം, എനിക്ക് കുളിക്കണം. ഒരാൾ ഇത് എവിടെ ഇരുന്ന് മണ്ണ് കളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇത് ഞാൻ ആദ്യമേ നിർത്താൻ പോകണമെന്ന് പറഞ്ഞു പോയില്ലേ, കുറച്ചും കൂടെ വീഡിയോ ലെങ്ത് ഉള്ളവർ മറന്നുപോയി കേട്ടോ. അന്നേരം ഇതാ ചായയൊക്കെ ആയി. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടി മണ്ണിൽ ഇവിടെ ഞാൻ പുറത്ത് തീ കത്തിച്ചാലുള്ള മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ് കേട്ടോ. ഇവൾ ഈ ചൂടിലും പുകയിലും വന്ന് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും, ഇവിടെ ഈ മണ്ണിൽ കളിക്കുകയും ചെയ്യും. അവിടെ കുറച്ച് ചാണാൻ അടിക്കാനുണ്ട്. എന്താ വെച്ചാൽ മണ്ണ് നന്നായിട്ടുണ്ട്. നമ്മൾ ഈ പുറത്ത് തന്നെ ഇപ്പോൾ തീ കത്തിക്കുമ്പോൾ അവിടെ ഇവിടെ ഈ മണ്ണ് കളി കുറച്ച് കൂടും. അന്നേരം ഇനിയിപ്പോൾ അവിടെ ചാണാൻ അടിക്കണം. ഞാൻ പതുക്കെ ചട്ടുക കൊണ്ടൊരു തട്ട് കൊടുത്താണ് കേട്ടോ. ആൾ മണ്ണ് കളിച്ചിട്ടേ കുളിയൊക്കെ കഴിഞ്ഞല്ലേ, എന്നിട്ടാണ് ഈ ഇരുന്ന് മണ്ണിൽ തോണ്ടുന്നത്. അതൊരു ഐസ്ക്രീമിൻ്റെ കോല് വെച്ചിട്ടാണ് ഇങ്ങനെ മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിട്ടിട്ട് ഇങ്ങനെ ഐസ്ക്രീം കോല് വെച്ച് ഇളക്കി കളിക്കാൻ കേട്ടോ. അത് നാളെയായിട്ട് പോയിട്ട് കുറച്ച് ചാണാൻ എടുത്തു കൊടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചിടണം. അന്നേരം എന്താവും ഇങ്ങനെ പൊടി വരത്തില്ല. അതായത് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. അന്നേരം ഞങ്ങൾ പോയി ഇനി ചായ കുടിക്കട്ടെ. അന്നേരം വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അന്നേരം ഞങ്ങളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അന്നേരം കുഞ്ഞാപ്പുക്കുട്ടി എല്ലാവർക്കും ബായിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അവിടെ മ്യൂട്ടാണ്. കാരണം ആളുടെ ഇവിടെ കലപില സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മ്യൂട്ട്. എല്ലാവർക്കും ഉമ്മയൊക്കെ തരുന്നുണ്ട് കുഞ്ഞാപ്പു. അന്നേരം ഓക്കെ, ബായ്.